Hello, today's topic is copywriting. Copywriting is a form of writing that aims at persuading or convincing an audience. എന്ന് വെച്ചാൽ ഒരു കൂട്ടം വായനക്കാരെ പെർസ്വേഡ് ചെയ്യാനും കൺവിൻസ് ചെയ്യാനും വേണ്ടിയിട്ട് ഉള്ള എഴുത്തിനെയാണ് കോപ്പി റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് അഡ്വർടൈസിങ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് പോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള എഴുത്തുകളെയാണ്. അത് പല തരത്തിലുള്ളതുണ്ടാകാം. ഫോർ എക്സാമ്പിൾ, ഒരു കാറിൻ്റെ കമ്പനി അതിനൊരു പുതിയ മോഡൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മൾട്ടിമീഡിയയിൽ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള അഡ്വർടൈസിങ് ചെയ്യും. അതിന് വേണ്ടിയിട്ടുള്ള ആർട്ടിക്കിൾസ് എഴുതാനുള്ള ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ബ്ലോഗ് എഴുതുന്നവരുണ്ടാകും, വ്ളോഗായിട്ട് ചെയ്യുന്നവരുണ്ടാകും, അതുപോലെ ഫ്ലയേഴ്സ്, മറ്റ് അഡ്വർടൈസ്മെൻറ്റ്സ്, ഇതെല്ലാം തന്നെ കോപ്പി റൈറ്റിംഗ് എന്ന് പറയുന്നതിൽ വരുന്നതാണ്. കോപ്പി റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അറിയാൻ സാധ്യതയുള്ളത് കോപ്പി റൈറ്റ് എന്ന് പറയുന്ന സംഗതിയാണ്. ഇപ്പോൾ എവിടെന്നെങ്കിലും എന്തെങ്കിലും പെർമിഷൻ ഇല്ലാതെ കോപ്പി ചെയ്യുന്ന സമയത്ത് നിയമപരമായിട്ട് അതിനെ നേരിടുന്ന ആ കോപ്പി റൈറ്റ് അത് വേറെയാണ്. അതിൻ്റെ സ്പെല്ലിങ്ങും അതിൻ്റെ അർത്ഥവും എല്ലാം വേറെയാണ്. കോപ്പി അടിച്ച് എഴുതുന്നതിനെയും കോപ്പി റൈറ്റിംഗ് ആയിട്ട് തെറ്റിദ്ധരിക്കുന്ന ഒരു രീതി മലയാളികൾക്കിടയിൽ കണ്ടുവരുന്നുണ്ട്. ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത് ഒരു ഫ്ലയറിൻ്റെ എക്സാമ്പിളാണ്. പലതരം കോപ്പി റൈറ്റിംഗ്സിൽ ഒന്നാണ് ഫ്ലയർ. ഇനി നമുക്ക് കോപ്പി റൈറ്റിങ്ങിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. അതിൻ്റെ ഡെഫിനേഷനിൽ പറഞ്ഞ ആ ഒരു പോയിന്റ് തന്നെയാണ് ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്നത്. പെർസ്വേസീവ് റൈറ്റിംഗ്. പെർസ്വേസീവ് റൈറ്റിംഗ് എന്ന് വെച്ചാൽ ആൾക്കാരെ പെർസ്വേഡ് ചെയ്യുന്ന തരത്തിലുള്ള റൈറ്റിംഗ്. പെർസ്വേഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിലൂടെ ആൾക്കാരെ കൺവിൻസ് ചെയ്യുന്ന തരത്തിലുള്ള അത്തരം ഇതിനെയാണ് പെർസ്വേഡ് ചെയ്യുക എന്ന് പറയുന്നത്. ഇനി അതൊരു സെല്ലിംഗ് സ്ട്രാറ്റജിയാണ്. രണ്ടാമത്തെ പോയിന്റിൽ നിങ്ങൾക്ക് കാണാം, എന്തെങ്കിലും ഒരു സാധനം അത് വിൽക്കാൻ, അല്ലെങ്കിൽ ഒന്നുകിൽ ഒരു ബ്രാൻഡിനെ ആകാം, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് ആകാം, ആ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഒന്നുകിൽ ഒരു സർവീസ് ആകാം. ഓക്കെ, ഇതിനെയൊക്കെ സെൽ ചെയ്യുന്ന എഴുത്തുകൾ, ഭാഷയെ അതിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് കോപ്പി റൈറ്റിംഗ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. ഇനി അതിനായിട്ട് മൂന്നാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക, ട്രിഗേഴ്സ് യൂസ് ചെയ്യും. ട്രിഗർ അഥവാ ഹുക്ക് എന്നും അതിന് പറയാറുണ്ട്. അത് വായനക്കാരിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒന്നിനെയാണ് ഹുക്ക് അല്ലെങ്കിൽ ട്രിഗർ എന്ന് പറയുക. പൊതുവെ ട്രിഗേഴ്സ് ഓർ ഹുക്സ് ഇമോഷണൽ ആസ്പെക്റ്റിനെ എയിം ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവമായിരിക്കും. അതുകൊണ്ടാണ് സെലിബ്രിറ്റീസിനെ പലപ്പോഴും അഡ്വർടൈസ്മെൻറ്റ്സിൽ യൂസ് ചെയ്യുന്നത്. ഈ ഫാമിലിയിലെ റിലേഷൻഷിപ്സിലെ ഡെപ്ത്, അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ സേഫ് ആണോ എന്നുള്ള ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ്, ക്യാൻ ബി എനിത്തിങ് ഇമോഷണൽ. ഇനി ബ്രാൻഡ് ബിൽഡിംഗ് എന്നൊരു ടേം ഞാനിവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. പൊതുവെ ഈ സെല്ലിംഗ് സ്ട്രാറ്റജിയിലുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ബ്രാൻഡ് ബിൽഡിംഗ്. ബ്രാൻഡ് എന്ന് പറയുന്നത് വിശ്വാസ്യതയെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ആ ബ്രാൻഡ് ആൾക്കാരിലേക്ക് എത്തിക്കാൻ ഇതേപോലെ ഇമോഷണലി ആൾക്കാരിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലാംഗ്വേജിനെ നമ്മൾ യൂസ് ചെയ്യുന്നത് കോപ്പി റൈറ്റിങ്ങിൽ വരുന്നു. കോപ്പി റൈറ്റിങ്ങിനെ പറ്റി പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. Now before you go, if you like my video, please don't forget to subscribe and click on the bell icon. Thank you.